നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. വയനാട് മാനന്തവാടിയിൽ ഭീതി വിതച്ച് കാട്ടാന നിലയുറപ്പിക്കാൻ തുടങ്ങിയിട്ട് 10 മണിക്കൂർ ആവുകയാണ്. രാവിലെ 6 മണിയോടെയാണ് നാട്ടുകാർ കാട്ടാനയെ കണ്ടത്. ഇതോടെ മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റേഡിയോ കോളർ ഘടിപ്പിച്ച ആന കർണാടക മേഖലയിൽ നിന്നാണ് എത്തിയത്. ആന ഭീതി പരത്തി പ്രദേശത്ത് നിലയുറപ്പിച്ചതോടെ മയക്കുവെടി വെക്കാൻ തീരുമാനമായി. കാട്ടിലേക്ക് തുരത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. എന്ന് പറഞ്ഞാൽ വെടിവെക്കാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടെ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് ഇനി മാറിക്കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ഇപ്പോൾ അതിനുള്ള ഒരു ചുറ്റുപാടാണ് കാണുന്നത്. അധികാരികൾ മുൻകൈ എടുത്ത് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ടതാണ്. അന്ന് നമ്മൾ കണ്ടില്ല. അന്ന് കണ്ടിട്ടില്ല. ഇതിപ്പം രാവിലെ മുതൽ കാണുന്നുണ്ടോ? അല്ല, നമ്മളിപ്പം കുറച്ചു നേരമായി കണ്ടിട്ട്. പക്ഷെ ശാന്തനായി നിൽക്കാല്ലേ? നാട്ടാനേക്കാളിലും നല്ല വീട്ടാനാൻ പോലെ നല്ല കണ്ടീഷനായിട്ട് നിൽക്കുന്നു. വാഴത്തോപ്പിലിടയ്ക്ക് 2 വാഴയൊക്കെ തിന്നിക്കില്ല, അത് പൊരിച്ചിട്ട് മാത്രമേ ചവിട്ടിക്കളഞ്ഞുള്ളൂ. ശാന്തനാണ് അല്ലേ? ആള് ശാന്തനാണ്. നിങ്ങൾക്കൊരു ഭയം ഉണ്ടോ? ഈ എപ്പോഴും ഇത് തിരിയാൻ സാധ്യതയുണ്ട്? ഇല്ല ഇല്ല, വിശ്വാസമാണ്. എങ്ങനെയാണോ സാധാരണ ആനകളെ നിങ്ങൾ? അല്ല അങ്ങനെയല്ല. അത് ഇപ്പോ അനങ്ങാണ്ടിരിക്കുന്നതാണ് വാഴത്തോട്ടത്തില്. നല്ല കാറ്റൊക്കെ ഉണ്ട്, നല്ല തണുപ്പൊക്കെ ഉണ്ട്. കുടിക്കാൻ വെള്ളം മാത്രമില്ല. കുടിക്കാൻ വെള്ളം അതിന് തൊട്ടടുത്തുണ്ടല്ലോ. അപ്പൊ അതും പ്രശ്നമില്ല. അതും പ്രശ്നമില്ല. എന്തായാലും ഈ വെടിവെച്ച് പിടികൂട്ടണമെന്ന അഭിപ്രായമുണ്ടോ? അതോ? ആണ് സൈലന്റ് ആണ്. 6 മണിക്കാണ് നമ്മളാണ്. ആന സൈലന്റാണ്. ആരും ഉപദ്രവിച്ചിട്ടില്ല. ആ മരത്തിന്റെ അതിലെവിടെ കയറി വന്ന ആരും ഉപദ്രവമൊന്നുമില്ല. കൃഷി നശിപ്പിച്ചല്ല. പിന്നെ പോണ സമയത്ത് ഒരു വാഴയൊക്കെ നശിച്ചെന്നല്ലാണ്ട് വേറെ നാശനഷ്ടങ്ങളൊന്നുമില്ല. ആരാ ഉപദ്രവകാരിയോ അല്ല. വളരെ ഡീസന്റ് ആയിട്ട് നിൽക്കുക. പിന്നെ അല്ലെങ്കിൽ ഇത്ര ഡീസന്റ് ആയിട്ട് കാട്ടാൻ എങ്ങനെ നിൽക്കുവോ? രാവിലെ മുതൽ ആന കാണാനുണ്ടായിരുന്നോ? അതോ ഇപ്പൊ വന്നോളൂ? കുറെ നേരമായി. എങ്ങനെയുണ്ട്? പേടിയുണ്ടോ ഇപ്പൊ ആന ഇവിടെ വന്നതിൽ? നിങ്ങളുടെ നാട്ടിൽ എത്തിയപ്പോൾ പേടിയൊന്നുമില്ല. പേടിയില്ല. നമ്മളിവിടെ ജനിച്ചു വളർന്നല്ലേ. നാട്ടിലാണല്ലോ ജീവിക്കുന്നല്ലേ? പിന്നെ നമുക്ക് എന്താ പേടിക്കാനാ? ഈ ആന പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നില്ല. കുറെ നേരമായിട്ട് ശാന്തനായിട്ട് തന്നെ നിൽക്കും. പ്രശ്നമൊന്നുമില്ല. ശാന്തനായിട്ടൊക്കെ രാവിലെ മുതലേ ശാന്തൻ തന്നെയാണ്. ആക്രമണ സ്വഭാവമൊന്നുമില്ല. പിന്നെ ഗവൺമെന്റ് മുൻകരുതൽ എടുത്തിട്ടുണ്ടല്ലോ, മയക്കുവെടി വെക്കുക എന്നുള്ള അതിന്റെ തീരുമാനം വന്നിട്ടുണ്ട്. പിന്നെ കുങ്കിയാനകൾ എത്തിയിട്ടുണ്ട്. അപ്പം ജനങ്ങൾക്കും എല്ലാത്തിനും സുരക്ഷിതം ഉണ്ടെന്നുള്ള ഒരു ഉറപ്പുള്ളതുകൊണ്ട് സമാധാനം. ഈ ഹസനിലൊക്കെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ആനയാണ്. അവിടുന്ന് ഇവിടെ വരുമ്പോൾ അത് വളരെ ശാന്തമായിട്ടാണല്ലോ കാണുന്നത്. ഈ വഴി കൂടെ വന്നിട്ടൊന്നും ആരും ഉപദ്രവിച്ചതായിട്ടൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ പറയുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ അത് ശാന്തമായി. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, നാട്ടുകാർക്ക് വലിയ ഭീതിയൊന്നുമില്ല. കാരണം അവർ വലിയ ഇപ്പോൾ തന്നെ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ആന വളരെ ശാന്തമായി നിൽക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നാണ്. പക്ഷെ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? എന്താണ് ഈ ആനയെ കാട്ടിലേക്ക് തുരത്താനുള്ള നീക്കമായിരിക്കുമോ ഉണ്ടാവുക, അതോ മയക്കുവെടി വെക്കാനുള്ള നീക്കമായിരിക്കുമോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉൾപ്പെടെ നൽകുന്ന ഭരണകൂടം, ജില്ലാ ഭരണകൂടം അടക്കം നൽകുന്ന വിവരങ്ങൾ? ടോമോ, രാവിലെ മുതൽ തന്നെ ഈ മാനന്തവാടി മേഖലയിൽ ആന കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാനന്തവാടി ടൗണിൽ കോടതിയിലും ട്രഷറിയിലുമൊക്കെ പോയി ആ ഭാഗത്തൊക്കെ പോയെങ്കിലും യാതൊരു നാശനഷ്ടങ്ങളും ഇതുവരെ ആന വരുത്തിയിട്ടില്ല. ആളുകൾക്കെതിരെ പ്രകോപനപരമായി തിരിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഏതാണ്ട് 100 മീറ്റർ 150 മീറ്റർ അകലെ ഒരു കുന്നിന്റെ ചെരുവിൽ 4 വശവും ഏതാണ്ട് പൊങ്ങിയ ഇടങ്ങളാണ്. അതിന് താഴെയുള്ള ഒരു വാഴത്തോട്ടത്തിൽ നമുക്ക് ആ നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണാം. അവിടെ ശാന്തനായി കുറച്ചധിക നേരമായി ഏതാണ്ട് ആ വാഴത്തോപ്പിൽ തന്നെ നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം കാറ്റുണ്ട്. ചെരിവ് ഭാഗമായതുകൊണ്ട് തണുപ്പ് കാര്യമായി ലഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആന അവിടെ നിന്നും മാറുന്നില്ല. ഇടയ്ക്ക് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് അവിടെ നിന്ന് കുറച്ച് മുന്നിലെ സ്ഥലത്തേക്ക് ആന മാറിയെങ്കിലും തിരിച്ചു വീണ്ടും ഈ വാഴത്തോപ്പിലേക്ക് തന്നെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കുന്നിൻ ചെരുവുകളിലെല്ലാം ആളുകൾ ഈ ആനയെ കാണാനായി കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്കിലും ഈ ആനയുടെ നേരെ ബഹളം വയ്ക്കുകയോ അല്ലെങ്കിൽ പ്രകോപനപരമായി എന്തെങ്കിലും ചെയ്യുകയോ വസ്തുക്കളുടെ തെറിയുകയോ ഒന്നും ചെയ്യാതെ ആളുകൾ ശാന്തരായി ഈ ആനയെ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച. മറുവശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ആനയെ പിടിവെച്ച് പിടികൂടുന്നതിനുള്ള ഒരു സജ്ജീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ തന്നെ സ്ഥലത്ത് ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരുന്നു. ജില്ലാ കളക്ടർ രേണുരാജ് അടക്കമുള്ളവർ ആ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. സർക്കാർ തലത്തിൽ തന്നെ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി കാട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. മയക്കുവെടിക്ക് ഏറ്റവും പര്യാപ്തമായ ഒരു സാഹചര്യത്തിൽ കൃത്യമായ ഒരു ആളുകൾക്ക് സുരക്ഷയും
ഇനി മയക്കുവെടി കൊണ്ട ശേഷം ഏതാനും മീറ്ററുകളൊക്കെ ഓടിയാൽ പോലും അത് നിയന്ത്രണ വിധേയമായ ഒരു സ്ഥലത്ത് നിൽക്കുന്നു. കുങ്കിയാനകൾക്ക് വളരെ പെട്ടെന്ന് ഈ ആനയെ വാഹനത്തിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒക്കെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും പുറത്തേക്ക് അധികം സഞ്ചരിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ട്. ഈ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തോക്കുകൾ ഉപയോഗിച്ച് വെടിവെച്ച് ആനയെ മറുവശത്തേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ ആന ശാന്തനാണ്. തുമ്പിക്കൈകളൊക്കെ വിട്ട് ഒരു വാഴക്കൊമ്പ് പിടിച്ചെടുക്കുന്ന ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വാഴ പൂർണ്ണമായും വലിച്ച് താഴേക്ക് ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ നിരവധി വാഴകളാണ് ആ തോപ്പിൽ ഇതിനകം ആന നശിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ആ വാഴത്തോപ്പിൽ നിൽക്കുന്നത് ഒഴിവാക്കിയാൽ മറ്റിടങ്ങളിലേക്ക് തിരിയുകയോ മറ്റാളുകൾക്ക് നാശനഷ്ടം വരുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കും ആനയെ വലിയ ഭയം ഇപ്പോൾ ഇല്ല. ആശങ്ക ഉണ്ട് എങ്കിൽ പോലും മറ്റ് നാശനഷ്ടങ്ങൾ വരുത്താത്തതുകൊണ്ട് തന്നെ ഭീതിജനകമായ ഒരു സാഹചര്യം ഇല്ല എന്നാണ് പറയുന്നത്. അല്പസമയത്തിനകം വനവകുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മുടെ വയനാട് പ്രതിനിധി ജിൻസ് നമ്മോടൊപ്പമുണ്ട്. ജിൻസ്, മയക്കുവെടി വെക്കുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഏത് തലം വരെയായി? എന്താണ് മറുവശത്ത് നടക്കുന്ന കാര്യങ്ങൾ? നിലവിൽ 7 മണിക്കൂർ പിന്നിട്ടു. ഈ കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങി 7 മണിക്കൂർ പിന്നിട്ടു. ഇന്ന് രാവിലെ പുലർച്ചെയാണ് ഈ പായോട്ടിൽ ഈ കാട്ടാന എത്തുന്നത്. അതിനുശേഷം ഏകദേശം 2 കിലോമീറ്റർ ഇപ്പുറമാണ് ഇപ്പോൾ മാനന്തവാടി പോലീസ് സ്റ്റേഷന് സമീപത്തെ ഈ വയലിൽ ഈ കാട്ടാന തമ്പടിച്ചിരിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ ഇതിനെ മയക്കുവെടി വെക്കാനുള്ള ഒരു ഉത്തരവ് ഇറങ്ങിയത് വലിയ ആശ്വാസകരമായിട്ടുണ്ട്. എന്തായാലും ഉടനെ തന്നെ ഇതിനെ മയക്കുവെടി വെക്കും എന്നുള്ള കാര്യമാണ് അറിഞ്ഞിട്ടുള്ളത്. മുത്തങ്ങയിൽ നിന്നും അതുപോലെ തന്നെ കുങ്കിയാനയെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ RRT സംഘം ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ്, അതുപോലെ തന്നെ സൗത്ത് വയനാട് DFO സജന കരീം, നോർത്ത് വയനാട് DFO നോർത്തൻ ലെവൽ അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഈ ദൌത്യത്തിൽ പങ്കുചേരുന്നുണ്ട്. എന്തായാലും കർണാടകയിൽ നിന്നും വനം വകുപ്പും ഈ ദൌത്യത്തിനോടൊപ്പമുണ്ട്. എന്തായാലും ഉടനെ തന്നെ ഇരുട്ട് വീഴുന്നതിന് മുന്നേ തന്നെ ഇതിനെ വെടിവെക്കാനുള്ള മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കമാണ് നിലവിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അനീഷ്, ഒരു ശാന്തനായ ആനയൊന്നുമല്ല. ഹസനിൽ വലിയ കലാപം സൃഷ്ടിച്ച ശേഷം അവിടെ നിന്ന് മയക്കോടി വെച്ച് പിടികൂടി റേഡിയോ കോളറും ഘടിപ്പിച്ച് കാട്ടിലേക്ക് വിട്ട ആനയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ശാന്തനായി നിൽക്കുന്നു. രാവിലെ ട്രഷറിയിൽ ഈ ട്രോളുകളൊക്കെ വരുന്ന പണം എടുക്കാൻ ട്രഷറി പോയെന്നൊക്കെ പറയുന്നത്, അവിടെ പോയി കോടതിയിൽ പോയി. പക്ഷെ അവിടെ ഒന്നും യാതൊരു പ്രശ്നവും ഉണ്ടാക്കാതെയാണ് ഈ വയലിൽ വന്ന് തമ്പടിച്ചിരിക്കുന്നത്. ഈ വാഴത്തോപ്പിനിടയ്ക്ക് നിൽക്കുന്ന ഒരു തവണ വാഴത്തോപ്പിൽ നിന്ന് പുറത്തേക്ക് കിടന്നു അല്ലെ, തിരിച്ച് വീണ്ടും അവിടേക്ക് പോയി. അപ്പം യാതൊരു തരത്തിലുള്ള പ്രകോപനം ഈ സമയം വരെ ഉണ്ടായിട്ടില്ല. നിലവിൽ ജനുവരി 16-നാണ് ഈ കർണാടകയിലെ ഹസനിൽ നിന്നും ഈ വനംവകുപ്പ് ഇതിനെ പിടികൂടുന്നത്. വലിയ ശല്യക്കാരനായിരുന്നു. തോട്ടം മേഖലയിലടക്കം നിരവധി കാപ്പി തോട്ടങ്ങളിലടക്കം വലിയ ശല്യക്കാരനായ ഈ കാട്ടാനയെ ജനുവരി 16-നായിരുന്നു വനംവകുപ്പ് പിടികൂടിയത്. അതിനുശേഷമാണ് ഇതിനെ റേഡിയോ കോളർ ഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നീട് വനത്തിലേക്ക് വിടുകയും ചെയ്തു. തണ്ണീർ കൊമ്പൻ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. എന്തായാലും അവിടെ നിന്നും ഏകദേശം 200 കിലോമീറ്റർ അകലെയുള്ള മാനന്തവാടിയിലേക്ക് എത്തിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു വനംവകുപ്പിന് അനാവസ്ഥയായി കണക്കാക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. മൈസൂർ വനംവകുപ്പിനാണ് ഈ കാട്ടാനയെ നിരീക്ഷിക്കാനുള്ള ചുമതലയുള്ളത്. അതേസമയം ഇത്ര കിലോമീറ്റർ വന്നിട്ടും ഈ എന്തുകൊണ്ട് ഇവിടെ എത്തിയെന്നുള്ള കാര്യത്തിൽ നിലവിൽ വനംവകുപ്പ് ഉത്തരം തേടേണ്ടതുണ്ട്. അതിനുശേഷം ഈ 12 ദിവസം മുൻപ് തിരുനെല്ലി പ്രദേശത്തും ഈ കാട്ടാനയെ കണ്ടിരുന്നു. ഉടനെ തന്നെ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയും വനംവകുപ്പ് ഈ സ്ഥലത്തെത്തി ഈ കാട്ടാനയെ കാണുകയും ചെയ്തിരുന്നു. നിലവിൽ ഈ കാട്ടാന വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണെന്ന് അന്ന് നാട്ടുകാരോട് പറയുകയും ചെയ്തു. അതിനുശേഷമാണ് നിലവിൽ ഈ ജനവാസ മേഖലയിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും തികച്ചും കർണാടക വനംവകുപ്പിന്റെയും വയനാട് വനംവകുപ്പിന്റെയും ഉദ്യോഗസ്ഥരുടെയും വലിയ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ വേണം ഇതിൽ പറയാനുള്ളത്. അനീഷ്, ഹസനിൽ പിടികൂടിയ ശേഷം എത്ര കിലോമീറ്റർ ദൂരെ ഏത് വനമേഖലയിലായിരുന്നു ഇതിനെ തുറന്നു വിട്ടത്? ഈ ഹസനോട് ചേർന്നിട്ടുള്ള തൊട്ടടുത്തുള്ള വനമേഖലയിലായിരുന്നു ഈ ആനയെ തുറന്നു വിട്ടത്. 200 കിലോമീറ്റർ ദൂരമാണ് ഇപ്പുറം ഈ കാട്ടാന എത്തിയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള അക്രമമൊന്നും കാണിക്കാത്തത് വലിയ രീതിയിൽ ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ റേഡിയോ കോളറൊക്കെ ഇട്ടാൽ കൃത്യമായതിന്റെ ഒരു സഞ്ചാര പദം ലഭിക്കേണ്ടതല്ല. നമ്മുടെ അരിക്കൊമ്പനൊക്കെ തമിഴ്നാട്ടിൽ കൂടെ കമ്പം ടൗണിലൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ കൃത്യമായ വിവരം ലഭിക്കുന്നു. ഓരോ മണിക്കൂർ വെച്ച് നിരീക്ഷണ സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷേ റേഡിയോ കോളർ ഇടുന്നത് എന്തിനു വേണ്ടി എന്നൊരു ചോദ്യം തന്നെ പ്രസക്തമാവുകയില്ല. കാരണം അത്യന്തം പ്രകോപനകാരിയായ ഒരു ആനയെ റേഡിയോ കോളർ ഇട്ട് തളച്ച് കാട്ടിലേക്ക് വിടുന്നു. അത് കാട്ടിൽ നിന്ന് വീണ്ടും സുഗമമായി മറ്റു സ്ഥലത്തേക്ക് വരുന്നു. തീർച്ചയായും ഇത് ആദ്യഘട്ടത്തിൽ കർണാടക വനംവകുപ്പിന്റെ ഒരു വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും ഈ നേരത്തെ പറഞ്ഞതുപോലെ റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആനയെ നിരീക്ഷിക്കുന്നതിന് പകരം ഇതിനെ തുറന്നു വിടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അവിടുന്ന് ഏകദേശം 200 കിലോമീറ്റർ ഇപ്പുറം വന്നിട്ടും ഈ വനംവകുപ്പ് അറിഞ്ഞില്ല എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു നിരുത്തരപരമായിട്ടുള്ള ഒരു
ഒരു കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ കേരള വനം വകുപ്പും ഈ സംഭവം അറിഞ്ഞതു മുതൽ വലിയ രീതിയിലുള്ള ഒരു ആക്ഷൻ എടുക്കാത്തതാണ് നിലവിൽ ഇത്തരം ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിയത് എന്ന് വേണം നമുക്ക് പറയാം. എത്ര മണിക്കൂറിനുള്ളിൽ ഒരു പക്ഷേ ആക്ഷൻ ഈ ദൗത്യം ഉണ്ടായിരിക്കും? ഈ വെടിവെക്കുന്ന ചടങ്ങ് അല്ലെങ്കിൽ എപ്പോൾ ഉണ്ടാവാനാണ് സാധ്യത? നിലവിൽ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി. ഈ മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങളോട് കൃത്യമായി തന്നെ ജാഗ്രത പുലർത്തണമെന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം ഈ കാട്ടാനയെ കാണുന്നതിനായി പല ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ആളുകളാണ് ഈ ഓരോ പല ഭാഗങ്ങളിലായി ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തായാലും ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മയക്കുവെടി വിദഗ്ധനടക്കമുള്ള സംഘം റെഡിയാണ്. ഇരുട്ട് വീഴുന്നതിന് മുൻപ് തന്നെ ഇതിനെ പിടികൂടുകയും കുങ്കിയാനകളുടെ സഹായത്തോടെ ലോറിയിൽ കയറ്റി കർണാടകയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ടോമോ, ഔദ്യോഗിക നടപടിക്രമങ്ങൾ ആ വശത്ത് ആ രീതിയിൽ പുരോഗമിക്കുമ്പോൾ മറുവശത്ത് ആളുകൾ, കാഴ്ചക്കാരായി ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് മുന്നിൽ കാണുന്ന ആ വഴി, ആ മുകൾ ഭാഗത്തുള്ള ആ വലിയ മേഖല, അവിടെ മൊത്തം ആളുകളുണ്ട്. മറുവശത്ത് ആ കുന്നഞ്ചെരുവിലുണ്ട്. ഈ ആനയെ കാണാൻ കഴിയുന്ന എല്ലാ ഇടങ്ങളിലും ആളുകളുണ്ട്. ഈ നമുക്ക് കാണാം ഇപ്പോൾ ഈ കപ്പത്തോട്ടത്തിലും മറ്റുമൊക്കെ ഏറെ നേരമായി ഈ ആനയെ കാത്തു നിൽക്കുന്ന ആളുകൾ. അവർ ശാന്തരായി തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഈ അവരുടെ കാത്തിരിപ്പ് ഏറെ നേരമായിട്ടുണ്ട്. എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത്? ഒരു ചേട്ടാ, നിങ്ങൾ കുറെ നേരമായോ? രാവിലെ മുതൽ ആനയുടെ രാവിലെ മുതൽ ഉണ്ട് ഇവിടെ ഉണ്ട്. എന്നിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഇപ്പം ശാന്തനായി നിൽക്കുകയാണ്. ശാന്തനായിക്കണം. ഒരു ഇതുമില്ല, കുഴപ്പമില്ല, കുഴപ്പക്കാരനല്ല. പക്ഷെ ആളുകളെ കാണുമ്പോൾ ഒരു പരിഭ്രാന്തി മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കുഴപ്പമൊന്നും ഇതുവരെ ആളുകൾക്കൊന്നും തിരിഞ്ഞാ നിൽക്കുന്നത്. ആളുകൾക്ക് തിരിഞ്ഞാ നിൽക്കുന്നത്. ഇപ്പൊ ആ വാഴയിൽ കുറച്ച് വാഴ നശിപ്പിച്ചെന്നല്ലാണ്ട് നേരെ കോളേജിന്റെ ന്യൂമാൻസ് കോളേജിന്റെ അങ്ങോട്ടേക്ക് പോയി അതേപോലെ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വന്നു. ആളുകളെ കണ്ട ഒരു പരിഭ്രാന്തി, അതായത് വലിയൊരു പ്രശ്നക്കാരനല്ല എന്നാ തോന്നുന്നത്. വെടിവെച്ച് പിന്നെ മയക്കി കയറ്റി പിന്നെ കർണാടക സർക്കാർ ഇതിനായിരിക്കും ഫോറസ്റ്റിന് കൈമാറണമെന്നാണ് ഇപ്പോൾ അവസാനം കിട്ടിയ ഒരു ഇത്. പക്ഷെ അത് എത്രത്തോളം പ്രാബല്യത്തിൽ വരുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കുങ്കിയാനകളൊക്കെ വന്നിട്ടുണ്ട്. വേനകൾ 2 ഇവിടെ താഴെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. അപ്പം അതിനെ കൊണ്ടുവന്ന് വെടിവെച്ച് പിന്നെ കർണാടക പിന്നെ ഫോറസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ അവസാനം വരെ കിട്ടുന്ന ഒരു ഇത്. പക്ഷെ ഇത്ര നേരമായിട്ടും മണിക്കൂറുകളായി ഇതുവരെ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. ആശങ്കയാണ്. ചുറ്റിലും ജനവാസ കേന്ദ്രങ്ങളല്ലേ, വീടുകളുണ്ടല്ലോ, താമസിക്കുന്ന വീടുകളുണ്ടല്ലോ. കുന്നുംചെരുവാണ്. ഇതുകൊണ്ട് ടൗണിന്റെ ഹൃദയഭാഗത്താണ്. ടൗണിൽ കയറി കഴിഞ്ഞാൽ ടൗണാണ്. മൊത്തം വീടുകളും തൊട്ടപ്പുറത്തെ കോളനിയാണ്. എല്ലാം ജനവാസ കേന്ദ്രമായിട്ടുള്ള ആശങ്കയാണ് ജനങ്ങൾക്ക്. എന്തായാലും ഇപ്പോൾ ശാന്തനായി നിൽക്കുന്നെങ്കിലും അതൊന്നും കണക്കാക്കാൻ പറ്റില്ല. അത് ഒരിക്കലും നമുക്ക് അത് പറയാൻ പറ്റില്ല. എന്നാൽ ശാന്തനായിട്ടുള്ള പിന്നീട് പ്രകോപനം ചെയ്താൽ മൊത്തത്തിലൊരു എന്താണ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ജനങ്ങൾ മൊത്തം വീടുകളെല്ലാം മൊത്തം ചുറ്റുപാടുള്ള വീട് കോളനി എല്ലാം ഉണ്ട്. ഇവിടെ തന്നെ കണ്ടവൻ ആൾക്കാർ ജനങ്ങളുണ്ട്. ഇവിടെ കയറി കഴിഞ്ഞാൽ ടൗണാണ്. ഒരു എന്താവും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ശാന്തനാണ്. എപ്പോൾ പ്രകോപനം ചെയ്യാൻ അറിയില്ല. പക്ഷെ കർണാടകത്തിൽ ചില്ലറ കാര്യങ്ങളൊന്നും അല്ലാതെ അതെ, ഹസനിൽ ചെയ്ത് വളരെ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചാണ് വന്ന ആനയാണ്. അന്ന് കുങ്കിയാനകൾക്ക് പോലും പിടിക്കാൻ പറ്റിയില്ല. അവസാനം കുങ്കിയാനപ്പോടെ എത്തിയെന്ന് പറഞ്ഞേ. പക്ഷെ എന്നാലും ഒരു മയക്കുവെടി വെക്കുന്ന ഒരു ഉത്തരവ് കിട്ടിയെന്ന് പറഞ്ഞു. ഇതുവരെ അതിന്റെ സംവിധാനമായിട്ട് അവർ മുന്നോട്ട് പോയിട്ടില്ല. രാത്രി ആവുന്നതിന് മുമ്പ് കാര്യങ്ങൾ തുടങ്ങണം. തുടങ്ങിയില്ലെങ്കിൽ വളരെ സ്ഥിതി വളരെ മോശമായിട്ട് പോകും. രാത്രി കഴിഞ്ഞാൽ ഇവിടെ ജനവാസ കേന്ദ്രമാണ്. രാത്രി എന്താ ചെയ്യുക? ഒന്നും ഒരു തൊട്ടടുത്ത വീടുകൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ ഉണ്ടാവുക. ആളുകൾ ഇപ്പോൾ ഈ സുരക്ഷിതമായ ഇടങ്ങളിൽ നിന്നാണ് ആനയെ കാണുന്നത്. നമുക്ക് കാണാം ഈ കപ്പ തോട്ടമാണ്. ആ കുന്നഞ്ചെരുവിന്റെ മറ്റൊരു ഭാഗമാണ്. അവിടെ എല്ലാം ആളുകൾ ഇരിക്കുന്ന കാഴ്ച വളരെ ക്ഷമാശീലരായി ഏതാനും മണിക്കൂറുകളായി തന്നെ അവരിവിടെ ഇരിക്കുകയാണ്. കാരണം ആന മറ്റൊരിടത്തേക്കും നീങ്ങുന്നില്ല. അതുകൊണ്ട് ആളുകളും അവിടെ തന്നെ ഇരിക്കുന്നു. ഈ കപ്പ ഇവിടെ മൂട്ടിൽ തന്നെ കുറെ നേരമായി. ഞങ്ങള് രാവിലെ ഒരു നിമിഷം തിരികെ എത്താം. അനീഷിലേക്ക് എത്തുന്നതിന് മുൻപ് 2 പ്രതികരണങ്ങൾ നമുക്കൊന്ന് പോകണം. ഒന്ന് മന്ത്രി AK ശശീന്ദ്രൻ, അതോടൊപ്പം ജില്ലാ കളക്ടർ ഡോക്ടർ രേണു രാജും. നേരത്തെ ഈ ജനങ്ങൾ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്നാണ് വനമന്ത്രി പ്രതികരിച്ചത്. അതോടൊപ്പം മയക്കുവെടി വെച്ച് പിടികൂടിയതിനു ശേഷം കർണാടകയിലേക്ക് ആനയെ കൊണ്ടുപോകുമെന്നാണ് ജില്ലാ കളക്ടർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സ്ഥിതിഗതികൾ വിലയിരുത്തി ആവശ്യമായ നടപടികൾക്ക് കോർഡിനേറ്റ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ ഉദ്യോഗസ്ഥന്മാരുമായി സഹകരിച്ചാൽ മാത്രമേ ആ പ്രശ്നത്തിന് ഒരു പ്രയാസമില്ലാതെയും അപകടമില്ലാതെയും കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ജനങ്ങൾ സഹകരിക്കണമെന്ന് അവരോടെല്ലാം വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ചുറ്റിലും വഴികളും സ്ഥാപനങ്ങളും വീടുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അത്ര സുരക്ഷിതമല്ല. അപ്പോൾ അവിടെ നിന്ന് ഒരല്പം വലത്തേക്ക് മാറിയിട്ട് മയക്കുവെടി വെച്ച് അതിനെ പിടിച്ച്
തിരിച്ച് കർണാടക ഫോറസ്റ്റിൻ്റെ സൈഡിലേക്ക് വിടാനാണ് നിലവിൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്, വിവരം അവരെ അറിയിച്ചിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരും സജ്ജീകരണത്തിൽ എത്തിയിട്ടുള്ളത് കൂടാതെ മുത്തങ്ങിയിൽ നിന്ന് ആവശ്യം വന്നാൽ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി കുങ്കിയാനകളും സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഈ മയക്കുവെടി വെക്കാനുള്ള അന്തിമ തീരുമാനം എടുത്തോ? അതിന്റെ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞോ? ആ തീരുമാനം എടുത്തിട്ടാണ് ഫോറസ്റ്റിന്റെ സീനിയർ ഓഫീസർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മാഡം അതിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. അങ്ങനെയാണ് നിലവിൽ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിരിക്കുന്നതാണെന്നാണ് അവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. അവരാരെങ്കിലും വരുന്നുണ്ടോ മാഡം? അവിടെ നിന്ന് ഇങ്ങോട്ട് ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചിട്ടുണ്ട്. വിവരം ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. നിലവിലാണ് അക്രമങ്ങളൊന്നും യാത്ര തുടങ്ങി ചെയ്തിട്ടില്ല, ശാന്തനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിനെ ക്യാപ്ചർ ചെയ്തിട്ട് തിരിച്ച് കർണാടക ഭാഗത്തേക്ക് വിടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. വീണ്ടും MS അനീഷ് കുമാറിലേക്ക്. അനീഷ്, മന്ത്രി ഉൾപ്പെടെയുള്ളവർ കൃത്യമായും നിർദ്ദേശം നൽകുന്നുണ്ട്, ജനങ്ങൾ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്ന്. അവിടെ നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ വലിയ രീതിയിൽ ആ സ്ഥലത്തേക്ക് എത്തുന്നു. ഇത് ഏതെങ്കിലും രീതിയിലുള്ള ഈ ആനയെ പ്രകോപിതനാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? എന്താണ് നിലവിലെ അവിടുത്തെ ഒരു സ്ഥിതി അനീഷ്? ടോമോ, ആനയെ പ്രകോപിതരാക്കുന്ന തരത്തിലുള്ള യാതൊരു നീക്കവും നാട്ടുകാരുടെയും ഇവിടെ തടിച്ചുകൊല്ലിക്കുന്ന ജനത്തിന്റെ ഭാഗത്തും ഉണ്ടാവുന്നില്ല. താഴെ ആന വളരെ ഉല്ലാസവാനായി വാഴക്കൂട്ടത്തിനിടയിൽ തണുപ്പിൽ നിൽക്കുന്നു. അതിന്റെ സമീപത്തുള്ള കുന്നിൻ ചെരുവിന് മുകളിലാണ്, ഈ കുന്നിന്റെ മുകൾ ഭാഗത്തായാണ് ആളുകൾ തമ്പടിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം, ഈ താഴ്ന്ന സ്ഥലം മാത്രമല്ല, അതിന്റെ മുകളിലുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയുമൊക്കെ ആളുകൾ കൈയടക്കിയിരിക്കുന്ന കാഴ്ച, ആളുകൾ നിൽക്കുന്ന കാഴ്ച. അതിന് താഴെ വനവകുപ്പിന്റെ ഉദ്യോഗസ്ഥരും പോലീസുകാരും ഒക്കെ ആ ഒരു നിയന്ത്രണ ഭാഗത്തിന് അപ്പുറം താഴേക്ക് ജനം വരാതെ നോക്കാൻ ഉള്ള ഒരു തയ്യാറെടുപ്പ് അവിടെ ഉണ്ട്. സമീപത്തുള്ള കെട്ടിടങ്ങളിലൊക്കെ മുകളിൽ ആളുകൾ നിന്ന് ആനയെ കാണാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ ആളുകളുണ്ട്. പക്ഷെ ആരും ആനയെ പ്രകോപിപ്പിക്കുകയോ ആനയുടെ നേർക്കെന്തെങ്കിലും എറിയുകയോ അങ്ങനെ അത്തരം ഒരു തരത്തിലുമുള്ള പ്രവർത്തനങ്ങളില്ല. രാവിലെ തന്നെ സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചെങ്കിൽ പോലും ആനയെ കാണാനുള്ള കൗതുകത്തിൽ ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, രാവിലെ മുതലുള്ള ആളുകളാണോ അതോ? അല്ല, ഇപ്പൊ വന്നു. കുറെ പേര് രാവിലെ ഉണ്ടായിരുന്നു. എപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നുള്ളൂ. ആനയെ കാണാൻ വേണ്ടി തന്നെ വന്നതാണോ അതോ ഓടിക്കുന്നത് ഓട്ടോ ഓടിക്കുന്നത്? റോഡിലെല്ലാം കയറി ഒരു അലമ്പില്ലാണ്ട് എങ്ങനെ നിൽക്കുന്നുണ്ടായി, വേറെ കുഴപ്പമൊന്നുമില്ല. അവിടെ നിങ്ങളുടെ അടുത്തൂടെ വന്നോ അതോ? അല്ല, നമ്മളതിന്റെ അടുത്ത് ഏകദേശം പോയി വന്ന് കാണണ്ട. സ്റ്റാൻഡിലേക്ക് വന്നില്ല. ഇവിടെ മേലെ വാവോട്ടന്റെ ഫോക്കസ് സ്റ്റുഡിയോയിലെ വാവോട്ടന്റെ ഒരു വീടുണ്ട്. അവിടെ മേലെ റോഡിന്റെ അപ്പുറം കയറി അങ്ങോട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും വയലിലേക്ക് തന്നെ ഇറങ്ങി. കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, ശാന്തന, വളരെ ശാന്തന. ഇത്രയും നല്ലൊരു ആനയെ കണ്ടിട്ടില്ല. നിങ്ങളൊക്കെ ആന എല്ലാവർക്കും ഒരു പേടിയുണ്ടല്ലോ. ഒരു പ്രശ്നമില്ല, കൂൾ ആൾക്കാർ, നാട്ടാനേക്കാളുടെ ഡീസന്റാണ്. ആളുകളൊക്കെ മിക്കവാറും വയനാട്ടുകാർ ഈ ആനയുടെ ഫാൻസായി വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കാരണം ചോദിക്കുന്ന ആർക്കും ആനയെപ്പറ്റി ഒരു മോശം അഭിപ്രായം പറയാനില്ല. എല്ലാവരും നല്ല ആന, ശാന്തനായി നിൽക്കുന്നു എന്നൊക്കെയാണ്. കുറച്ചു നേരമായി. പേടിയുണ്ട്, അത്ര ദൂരല്ലേ നിൽക്കുന്നതെന്ന് പറഞ്ഞാ. പക്ഷെ വളരെ ശാന്തനായിട്ട് നിൽക്കുന്നത്. അതെ. വീട് അടുത്ത് തന്നെയാണോ? വെള്ളമുണ്ടെന്ന് ഇവിടെ രോട്ട് കാണിക്കാൻ വന്നതാ. ആളുകൾക്ക് അങ്ങനെ വലിയ കുഴപ്പമില്ല. ചെറുപ്പക്കാരുടെ ഒരു സംഘമാണ് മറുവശത്ത് നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിയും. വിനോദസഞ്ചാരികളായി വന്ന ആളുകൾ പലയിടങ്ങളിൽ നിന്നായി എത്തിയ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചൊരു കൗതുകമാണ്. പക്ഷേ ആനയെ ഇനിയും അവിടെ തുടരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പിന്നീടത് വലിയ ഭീതി പരത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആനയെ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.